കൊല്ലം അഞ്ചലിൽ ബസ് ഡ്രൈവറെ വീടിന്റെ വരാന്തയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അഞ്ചൽ അഗസ്ത്യക്കോട് രതീഷ് ഭവനിൽ 38 വയസ്സുള്ള രതീഷിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2014 അഞ്ചലിലെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടത്തിയത് രതീഷ് ആണെന്നുള്ള തെറ്റിദ്ധാരണയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു മർദ്ദിക്കുകയും പ്രതി ചേർത്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ 2020 മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടത്തിയ യഥാർത്ഥ പ്രതിയെ പോലീസ് പിടികൂടിയപ്പോഴാണ് രതീഷ് നിരപരാധിയാണെന്ന് പോലീസ് വിശ്വസിക്കുന്നത്. രതീഷ് ഫയൽ ചെയ്ത മാനനഷ്ട കേസ് ഇന്ന് കോടതിയിൽ നടന്നുവരികയാണ്. ഇതിനിടയിലാണ് രതീഷിനെ വീടിന്റെ വരാന്തയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ പോലീസ് മർദ്ദനത്തിൽ രതീഷിന് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ശാരീരിക അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കേസ് നടത്താൻ വേണ്ടി വീടും വസ്തുവും പോലും പണയപ്പെടുത്തിയിരുന്നു എന്നും ഭാര്യ രശ്മി പറഞ്ഞു. വിളിച്ചോണ്ട് പോയതാ, ജയിലിലൊക്കെ കിടന്ന് പിന്നെ ജാമ്യത്തിലൊക്കെ ഇറങ്ങി പിന്നെ പ്രതിയെ പിടിച്ച് പിന്നെ നമ്മൾ നഷ്ടപരിഹാരം ചെയ്ത് കേസ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഒരുപാട് കേസൊക്കെ കൊടുത്ത് ഒരുപാട് കടമൊക്കെ ആയിരുന്നു. അതിനിപ്പോൾ വണ്ടി പോയി തുടങ്ങിയതേ ഉള്ളായിരുന്നു. വണ്ടി പണിത് പറ്റത്തില്ലായിരുന്നു. ആരോഗ്യ ലാഭം ഇടിച്ച് പരുവായി കളഞ്ഞിരുന്നു. ഇനി ചോട് നടക്കാൻ വരുന്നുണ്ട്. ആരാണ് ഇടിച്ച് പരിവാക്കിയെന്ന് പറഞ്ഞു? സ്ക്വാഡുകാരാ പിടിച്ചോണ്ട് പോയത്. പോലീസ് മർദ്ദനത്തിൽ ഉണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ദൈനംദിനം ഏറെ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയായിരുന്നു ഇയാൾ. വണ്ടി പോയി തുടങ്ങിയതുള്ളൂ, കുറച്ച് നാളായത് വണ്ടി പോയി തുടങ്ങിയിട്ട്. അതിലുള്ള മനോവേദനയാണോ ഈ ആയിരിക്കും? ഭയങ്കര മനോവേദനയായിരുന്നു. കടമൊക്കെ ആയി പിള്ളേർ നോക്കാനൊക്കെ പാടായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. അതിനെ കുറിച്ച് ഒരുപാട് ഉപദ്രവിച്ച് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അതായിരിക്കും കാര്യം. കഴിഞ്ഞ ദിവസം എന്തെങ്കിലും പറയുമല്ലോ ചെയ്തിരുന്നു? ഒന്നും പറഞ്ഞില്ല. രാവിലെ വണ്ടി പോയി എണീച്ചതാണ്. ഇക്കാരണത്താലാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഭാര്യ പറഞ്ഞു. ഇന്നലെ ഇങ്ങനെ സംഭവിക്കാൻ കടവ് വെച്ചിട്ട് കേസ് നടന്നിട്ട് കടവൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നുമില്ലായിരുന്നു. ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കേസ് എന്തായിരുന്നു? കേസിനെ കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പറയാം. ആ കേസിൽ ആ പ്രതിയെ വിളിച്ചായിരുന്നു. പിന്നെ നമ്മള് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അത് വണ്ടിയിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാക്കി കളഞ്ഞിരുന്നു. വണ്ടിയിലൊക്കെ പോയി തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഇപ്പൊ അവന്മാർ അത്ര കിഴിച്ച പരിവാക്കി കളഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കേസ് എന്തൊരു തരം കേസായിരുന്നു പറയാം? എന്തായിരുന്നു ആ കേസ്? മോഷണ കുറ്റാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയതാ. ചൗരിയിലേക്കൊരു മോഷ്ടിച്ചെന്ന് പറഞ്ഞോണ്ട്. റിപ്പോർട്ടർ സജി, അഞ്ചൽ. ആഘോഷങ്ങളെ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.